ഹായ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങളിന്ന് പറയാൻ പോകുന്നത് ഞങ്ങൾ 3 പേരും കൂടി പോയിട്ടുള്ള ഒരു ട്രിപ്പിൻ്റെ കഥയാണ് ഞങ്ങളിന്ന് പറയാൻ പോകുന്നത്. വേറെ അങ്ങോട്ടുമല്ല, നമ്മളുടെ സുന്ദരമായ അട്ടപ്പാടിയിലേക്കാണ് ഞങ്ങളുടെ ട്രിപ്പ്. ഞങ്ങൾ നല്ലൊരു സ്ഥലത്തായിരുന്നു താമസിച്ചത്. അത് വീഡിയോ എടുക്കാൻ മറന്നുപോയി, ഫോട്ടോ എടുക്കാൻ മറന്നുപോയി. അത് കഴിഞ്ഞ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കാലത്ത് അവർ ആദ്യം പോയി കഴിച്ച്, ഞാൻ കുളിക്കണം നേരത്ത്. പിന്നെ ഞാൻ പോയി കഴിച്ച് ചിക്കനും പൊറോട്ടയാണ്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഞങ്ങളൊരു ഡാമല്ല, ഒരു നദി, അതിലേക്ക് കറങ്ങാൻ പോവാണ്. അതൊന്ന് കാണാൻ, ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോവാണ്. സത്യം പറയല്ലോ, നല്ലൊരു അടിപൊളി പ്ലേസ് കേട്ടോ. എല്ലാവരും വിസിറ്റ് ചെയ്യേണ്ട നല്ല അടിപൊളി ഒരു പ്ലേസാണ്. നോക്കി നോക്ക്, സുചി കണ്ടപ്പോൾ അവിടെ ചുങ്കുവിൻ്റെ പോസ്. അത് വെള്ളമൊന്നുമില്ല, വെള്ളമൊക്കെ കുറച്ചേ ഉള്ളൂ, പക്ഷെ എന്നാലും നല്ല അടിപൊളി, നല്ല രസമുണ്ട്. നമ്മുടെ നാട്ടിലേക്കാണെങ്കിൽ നമുക്ക് വൈകിട്ടൊക്കെ പോയിരിക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി പ്ലേസാണ്. അല്ല, ഒരു വെറൈറ്റി ആയിട്ട് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്, വ്യത്യസ്തമായിട്ടുള്ള ഫോട്ടോ ശൈലി. ആ ഫോട്ടോ എടുക്കുന്നത് വേറൊരുത്ത ഫോട്ടോ എടുക്കുന്നുണ്ട്. അതൊക്കെയാണ് നമ്മുടെ ട്രിപ്പിൽ എൻജോയ്മെൻറ്റ് എന്ന് പറയുന്നത്. നല്ല അരുവി ഇങ്ങനെ വരുന്നുണ്ട്. കുറേ ആൾക്കാർ അപ്പുറത്ത് കുളിക്കുന്നൊക്കെ ഉണ്ട്. നമുക്കിപ്പോൾ അത് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റാത്തതുകൊണ്ടാണ്. കുളിക്കുന്നുണ്ട്, പിന്നെ ചൂണ്ടലിടുന്നുണ്ട്. മീൻ കിട്ടുന്നുണ്ടോയെന്നുള്ളതൊന്നും അറിഞ്ഞൂടാ, പക്ഷേ ചൂണ്ടലൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ ചുങ്ക് പറയണ സുജി അവിടെ പോയിരിക്കും, ഫോട്ടോ എടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട്. വീഡിയോ ചിലപ്പോൾ ചിലതൊക്കെ ഇങ്ങനെ ഷെയ്ക്ക് ആവുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളൊരു ആദ്യത്തെ സംരംഭമാണ്. അപ്പോൾ ഞാൻ പറയുന്നൊരു ചുങ്കുവിന് ക്യാമറ കൊടുത്തിട്ട് പറഞ്ഞു, എൻ്റെ പിന്നാലെ വാ, ഞാൻ പോണതൊക്കെ ഒന്ന് ഫോട്ടോ എടുക്കുന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അവിടെ നിന്നൊരു പോസല്ല, ഒരു നൃത്തം ഞാൻ അവിടെ പറഞ്ഞു, വായോ അടുത്തേക്ക് വായോ എന്നൊക്കെ പറയുന്നുണ്ട് അതിലിടയ്ക്ക്. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടുന്ന് വേറെ സ്ഥലത്തേക്ക് പോണ സമയത്ത് ഇവിടെ ഒരു കരിക്ക് കുടിക്കാൻ നിന്ന്. അപ്പോൾ അവിടെ നിന്ന് ഒരു കരിക്ക് കുടിച്ച്. അപ്പോൾ സത്യം പറയാലോ, നല്ല ടേസ്റ്റുള്ള കരിക്ക് കിട്ടുക. നമ്മുടെ കേരളത്തിൽ കിട്ടുന്നതിനേക്കാളും നല്ല ടേസ്റ്റ്, നല്ല മധുരവും നല്ല വെള്ളമൊക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല വലുപ്പമുള്ളൊരു കരിക്ക്. ഒരു ചേച്ചിയും മകളും കൂട്ടാണ് ആ ഒരു കട നടത്തുന്ന വഴിയോരത്ത്. നല്ല അടിപൊളി ആയിട്ട് ഉണ്ടായിരുന്നു, ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്നൊരു കരിക്ക് കുടിച്ച് പിന്നെ ഞങ്ങളങ്ങനെ നേരെ വിട്ട്. കരിക്ക് കുടിച്ചിട്ട് പിന്നെ അങ്ങനെ ഫുൾ ഡ്രൈവിങ് തന്നെ ആയിരുന്നു. ഞാനെല്ലായിടക്കൊന്ന് കിടന്ന് ഉറങ്ങി വണ്ടിയിൽ ഇരുന്നിട്ട്. അത് കഴിഞ്ഞിട്ട് ഞങ്ങളൊരു ഉച്ചയ്ക്കൊരു ഊണ് കഴിക്കാൻ കയറിയതൊരു മിൽമയുടെ ഒരു റെസ്റ്റോറൻറ്റിലേക്കായിരുന്നു. നല്ലൊരു അടിപൊളി ആംബിയൻസിലൊരു റെസ്റ്റോറൻ്റ് ആയിരുന്നു. പുറത്തൊക്കെ അടിപൊളി ആംബിയൻസ് ആയിരുന്നു. ഫുഡ് കുഴപ്പമില്ല, അത്ര വലിയ നല്ല ഫുഡൊന്നുമല്ല, കുഴപ്പമില്ല, ഒരു നോർമൽ ഫുഡ്. അത് കഴിഞ്ഞ് അതിൻ്റെ പുറത്തൊരു ഊഞ്ഞാലൊക്കെ ഉണ്ടായിരുന്നു, ചുങ്കായ്മ നാട്ടി, കുഴപ്പമില്ല, നല്ല രസമുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ പോയത് വേറെ ഈ പറയുന്ന പോലെ തന്നെ ഒരു വെള്ളച്ചാട്ടമുള്ള സ്ഥലത്തേക്കാണ്. അവിടേക്ക് പോകുമ്പോൾ നമ്മൾ കയ്യിൽ ഫ്രൂട്ട്സൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അവിടെ ചെന്നിരുന്ന് കട്ട് ചെയ്യുക എന്നുള്ളൊരു പ്ലാനൊക്കെ ആയിട്ട് അങ്ങനെ അവിടെ പോയി അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് അവിടെ ഇരുന്ന് കഴിക്കുകയൊക്കെ ഉണ്ടായി. അതിലിടയ്ക്ക് പിന്നെ അവിടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്ത് ഈ പോണ വഴിക്ക് ഈ പറഞ്ഞ പോലെ കുളിക്കുന്നത് നോക്കണ്ട കേട്ടോ. നമ്മളതൊന്നും വീഡിയോയിൽ എടുത്തില്ല. ഇത് വേറൊരു നദിയാണ്. അവിടെ കുറേ ആളുകൾ പോകുന്നുണ്ട്. അതിലിടയ്ക്ക് ഞങ്ങളിങ്ങനെ പോസ്റ്റ് ചെയ്തിട്ട് ഫോട്ടോ എടുക്കുന്നുണ്ട്, വീഡിയോ എടുക്കുന്നുണ്ട്. ഞാനിപ്പം അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഫ്രൂട്ട്സൊക്കെ ഇരിക്കുന്ന കവറിൽ കെട്ടിയിട്ട് ഫ്രൂട്ട്സ് ഉണ്ട്. അതിലിടയ്ക്ക് വെജിറ്റബിളും ഉണ്ട്, ക്യാരറ്റ്, കുക്കമ്പറും ഉണ്ട്. അതിൽ കുക്കമ്പർ കഴിഞ്ഞുകൊണ്ട് ക്യാരറ്റ് ബാലൻസ് ഉള്ളത്. അത് സുജി ഇന്നലെ ഒരു 5-6 വാങ്ങാൻ പറഞ്ഞപ്പോൾ സുജി പോയിട്ട് 1 കിലോ വാങ്ങി കൊടുക്കുന്നു. ലാഭമാണ് ഇത് പറഞ്ഞിട്ട്. സുജി പിന്നെ അവിടെ സ്റ്റാറ്റസ് തന്നെ തിരക്കട്ടാണ് ഇൻസ്റ്റയിൽ. അങ്ങനെ അവിടെ കുറേ ടൈം സ്പെൻഡ് ചെയ്ത് അതിലിടയ്ക്ക് ഞങ്ങൾ എന്ത് ചെയ്ത് ആ ഫ്രൂട്ട്സൊക്കെ എടുത്ത് കട്ട് ചെയ്ത് ഞാൻ തന്നെ കട്ടിങ് ജോലി ഞാനാണ്. ഞങ്ങൾ ട്രിപ്പിൽ എപ്പോഴും കട്ടിങ്ങിൻ്റെ ജോലി നമുക്കാണ്. അത് ഞാൻ തന്നെ ഇരുന്ന് ചെയ്യണം. എന്നാലേ ഇക്കൊരു ഇതുള്ളൂ. പിന്നെ അവർ രണ്ടാളും ചെന്ന പാടെ അവർ പണിയാക്കും. അങ്ങനെ ചുങ്കു അതിന് വെള്ളം എടുത്തിട്ട് മുഖത്താക്കിയാണ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയതൊരു ഡാമിലേക്ക്. ആ ഡാമെന്ന് പറയുന്നത് ഇവിടെ നിന്നൊക്കെ പോന്നിട്ടാട്ടാ, മണ്ണാർക്കാടൊക്കെ അടുത്താണ് ഡാമുള്ളത്. എന്തായാലും അടിപൊളി ഡാം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കാണേണ്ട തന്നെയാണ്. അതുകൊണ്ട് ബാക്കിലത്തെ സീനറിയൊക്കെ എന്നാ ഡാം വെച്ചിട്ടാണ്. വെള്ളമൊന്നുമില്ല, വെള്ളമൊക്കെ ഒരു തലക്കിൽ. അതിൽ ആളുകൾ ക്രിക്കറ്റ് കളിക്കുന്നുണ്ട്, അവിടുത്തെ നാട്ടുകാർ. കുറേ ആളുകൾ ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട്. നല്ല രസമായിരുന്നു.